വൈഫ് നോക്കും, ഞാൻ നോക്കും. അവർ നനയ്ക്കലൊക്കെ വൈഫാണ്. സെലക്ട് ചെയ്ത് കൊണ്ട് നട്ടത് ഞാനാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് വൈബ് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. നമ്മൾ മാനന്തവാടിയിൽ ഒരു വീഡിയോ എടുക്കാൻ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. ആ സമയത്ത് കണ്ട മനോഹരമായ ഒരു കാഴ്ചയാണ്. മറ്റൊന്നല്ല, ശരിക്കും ഇതേ നല്ല ഭംഗിയായിട്ട് കുറച്ച് ബോഗൻവില്ലകൾ ഈ സമയത്ത് ബോഗൻവില്ലൊക്കെ കഴിഞ്ഞു തുടങ്ങി, എന്നിട്ട് നല്ല രീതിയിൽ ബ്ലൂം ചെയ്ത് നിൽക്കുന്നുണ്ടെന്നുള്ള. ശരിക്കും മഴയൊക്കെ കിട്ടിയപ്പം ബോഗൻവില്ല ബ്ലൂമിങ് കഴിഞ്ഞു തുടങ്ങിയ സമയമാണ്, എന്നിട്ട് പോലും നല്ല മനോഹരമാണ്. അപ്പോൾ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് വാളാടിൽ നിന്ന് തിരിച്ചിങ്ങ് വരുന്ന വഴി കൊളത്താട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആണ് ഇത് കണ്ടത്. ഇത് ഷായിച്ചേട്ടൻ്റെ വീട്ടിലാണ്. ഇതെന്താ ചെയ്തത് എന്താണെന്നൊക്കെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം. ഷായിച്ചേട്ടാ, മോർണിംഗ്. മോർണിംഗ്. എന്താണ് ഇത് കാണിച്ചിരിക്കുന്ന ഒരു അത്ഭുത ലോകം? ശരിക്കും ഇപ്പോൾ ബോഗൻവില്ല ഫ്ലവർ കഴിഞ്ഞൊരു സമയമാണല്ലോ, എന്നിട്ട് എങ്ങനെ ഇത് ചെയ്ത്? എങ്ങനെ നമ്മൾ നഴ്സറിയിൽ നിന്ന് കൂടുതൽ തൈ മേടിച്ചുകൊണ്ട് വന്ന്. വലുത് മേടിച്ചാണോ? വലിയ ചെറിയ തൈ മേടിച്ചുകൊണ്ട് വന്ന് നട്ടതാണ്. എത്ര വലുപ്പമുള്ള തൈ മേടിച്ചാ? ചെറിയ ഒരു 2 മാസം 3 മാസം പ്രായം. അത്രേ ഉള്ളൂ. എത്ര വർഷമായി ഇപ്പോൾ? 2 വർഷം. 2 വർഷം കൊണ്ട് ഈ വലുപ്പമായി. അപ്പൊ അത്ര മനോഹരമായിട്ട് നോക്കുന്നുണ്ടെന്നുള്ള. എത്ര വെറൈറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു? ഇത് 6-7 വെറൈറ്റി. 7 വെറൈറ്റി റോഡിന് സൈഡിൽ തന്നെ. എന്തായാലും മനോഹരമായ ഒരു കാഴ്ച, നല്ല രീതിയിൽ ബ്ലൂം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പൂ കഴിയുന്ന ഒരു സമയമാണല്ലോ. എന്നിട്ട് എന്തൊക്കെ ഇതിന് ചെയ്യുന്നത്? ഫെർട്ടിലൈസർ മറ്റേ വളമിടും. എന്ത് വളം? ചാണകപ്പൊടി മിക്സ് ചെയ്തിടും. ആരൊക്കെ ഇത് നോക്കുന്ന? ആരൊക്കെ? ഇത് വൈഫ് നോക്കും, ഞാൻ നോക്കും. അവർ നനയ്ക്കലൊക്കെ വൈഫാണ്. സെലക്ട് ചെയ്ത് കൊണ്ട് നട്ടത് ഞാനാണ്. നനയ്ക്കുന്നത് വൈഫ് കൂടെ എന്ന് പറഞ്ഞു. ആളെ പേര് പറഞ്ഞില്ല. ഷിജ എന്ന് പറയും. ഷിജ. മക്കൾ 3 പേര്. ഒരാൾ നഴ്സിംഗ് കഴിഞ്ഞു. പേര്? ടോജിൽ. അടുത്ത് ഷാരോണ്. അവള് ജർമ്മനി നഴ്സിംഗ് പഠിക്കുന്നു. അയാൾ +2 പാസ്സായി നിൽക്കുക. റിസൾട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുക. എത്ര ദിവസം എത്ര നേരം നനയ്ക്കും? അല്ല, വൈകുന്നേരം ഓരോ 1-2 ദിവസം കൂടുമ്പോൾ ഒരു നനയുള്ളൂ. ഒന്ന് വാടുന്നതും കൂടി ഇതിന് നല്ലതാണെന്ന് തോന്നുന്നു. അതെ, നല്ല വെയിലുണ്ടെങ്കിൽ പൂ കൂടുതൽ വരുള്ളൂ, നല്ല ഫ്ലവർ വരുള്ളൂ. ശരിക്കും എന്താ ഷായിച്ചേട്ടൻ ചെയ്യുന്നത്? നമ്മൾ കൃഷിയാണ്. വീട്ടുപേര് എങ്ങനെയായിരുന്നു? മുടതൊട്ടിയിൽ എന്ന് പറയും. മുടതൊട്ടിയിൽ. എന്തായാലും ഈ റോട്ടിൽ കൂടെ പോകുന്നവർ ഒത്തിരി പേര് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ? പിന്നെ ഇനി നാളെ റോഡ് സൈഡിലെ നട്ടെന്നൊന്നും പറഞ്ഞ് വരണ്ട. കാരണം അദ്ദേഹത്തിന്റെ പറമ്പിൽ തന്നെ കേട്ടോ, റോഡ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അദ്ദേഹം നട്ടിട്ടുള്ളത്. ഇതേപോലെ ഈ ബുഷ് ആരാ ഇതിങ്ങനെ ഇത്ര ഭംഗിയായിട്ട് വെട്ടുന്നത്? ഇത് നമ്മൾ തന്നെ കട്ട് ചെയ്യുന്നത്. സ്വന്തം കട്ട് ചെയ്യാം. എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്? കട്ട് ചെയ്യുന്ന മെഷീൻ, കത്രികയുണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്യും. ശരി, നല്ല ഭംഗിയായിട്ട് അതും ചെയ്യുന്നുണ്ട് അല്ലേ? ഷാജിയേട്ടാ, എന്തായാലും റോഡ് സൈഡ് മനോഹരമാക്കി കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളെ നമുക്കുള്ളൂ. അതിൽപ്പെട്ട ഒരു ഷാജിയേട്ടനോട് ഒരുപാട് നന്ദിയുണ്ട്. പൂർവാധികം ഇനിയും ശക്തമായിട്ട് റോഡ് സൈഡൊക്കെ ഭംഗിയായി കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.